ഇതൊരു 5-6 വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഇവിടെ. അതില് കുറച്ച് ഞാൻ ഇവിടെ നിലത്ത് നട്ടിട്ടുള്ളൂ. ബാക്കി അത് അവിടെ ചട്ടിയിൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയതൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ ജോസ്പുരത്താണ്. ജോസ്പുരത്തേക്ക് എത്തുമ്പോൾ കാർഷിക പ്രവർത്തനങ്ങളുടെ മനസ്സർപ്പിച്ച് പ്രവർത്തിക്കുന്ന ദമ്പതിമാരാണ് അലക്സാറും ശശിമാടവും. നമസ്കാരം. നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് പോയിന്റ് സെറ്റിയാണ് അല്ലേ? ഇത് എത്ര വെറൈറ്റി ഉണ്ട്? ഇതൊരു 5-6 വെറൈറ്റി ഉണ്ട് ഇപ്പൊ ഇവിടെ. അതില് കുറച്ച് ഞാൻ ഇവിടെ നിലത്ത് നട്ടിട്ടുള്ളൂ. ബാക്കി അത് അവിടെ ചട്ടിയിൽ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയതൊക്കെ. ഇത് നട്ടിട്ട് എത്ര നാളായി? ഇതിപ്പോ നട്ടിട്ട് 1 വർഷമായിട്ടുണ്ട്. ഇത് പല നിറമുണ്ട്. ഡാർക്ക് പിങ്ക് ഉണ്ട്, ലൈറ്റ് പിങ്ക്, വെള്ള. ഇനി ഇത് നാടനാണ് ശരിക്കും. ഇതിന്റെ ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് ഞാൻ നിലത്തോട്ട് നട്ടിട്ടില്ല. ഞാനത് ചട്ടിയിൽ പിടിപ്പിച്ചിട്ട് നടാന്ന് വിചാരിച്ചു. ഇലകൾക്കും പൂക്കൾക്കും വ്യത്യാസം വലിപ്പം ഉണ്ടാവും ഹൈബ്രിഡ്? കുറച്ചും കൂടെ വ്യത്യാസമുണ്ട്. കാരണം ഇതിന്റെ ഇല, ഈ നാടിന്റെ ഇല ചെറുതായിരിക്കും, മറ്റേ ഇല കുറച്ചും കൂടെ വലിയ ഇലകളായിരിക്കും. പൂക്കൾക്കും അതേപോലെ വലിപ്പം ഉണ്ടാവും അല്ലേ? പൂക്കൾ ഇത് ശരിക്കും ഇതിന്റെ പൂവല്ല, ഇതിന്റെ ലീഫ് മോഡിഫൈ ചെയ്യുന്ന ഇല തന്നെയാണ് കളർ മാറുന്നത്. പൂന്ന് പറയുന്നത് അതിന്റെ നടുക്ക് കാണുന്ന ഒരു ചെറിയത് ഇതില് ഇതില് കാണാം. നോക്ക്, ഇതാണ് അതിന്റെ പൂ. ഇതിന്റെ അകത്തൊരു ചെറിയൊരു ഇതുപോലെ കാണില്ല, ഒരു മുകളം പോലെ. അതാണ് അതിന്റെ പൂവ്. ലീഫ് മോഡിഫിക്കേഷൻ ഇല തന്നെ കളർ മാറുന്നത്. നവംബർ ടു ജനുവരി ആ സമയത്ത്, ബാക്കി സമയത്ത് പച്ച തന്നെയായിരിക്കും. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും കേട്ടോ. ശരിക്കും ഒരു ഒക്ടോബർ തൊട്ട് തുടങ്ങി ഒരു ഫെബ്രുവരി അവസാനം വരെ ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് കളർ. ഏകദേശം എത്ര വെറൈറ്റി ഉണ്ട് ഇപ്പൊ നമുക്ക്? നമുക്കൊരു 6-7 വെറൈറ്റി ഉണ്ട്. ശരി. ഇതിനെന്താ പരിപാലനം നമ്മൾ കൊടുക്കണേ? എന്താ നമുക്ക് വളം? അതിന് പ്രത്യേകിച്ച് പരിപാലനം അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്ന് അപ്പൊ അത് ചീഞ്ഞു പോകും. ഫംഗസ് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ചെടിയൊക്കെ നട്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? 1 വർഷമായിട്ട്. 1 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ 1 വർഷം കൊണ്ട് തന്നെ പൂവിടും? അല്ല, ഇങ്ങനെ ഭംഗിയുള്ള ഏറ്റവും ചെറുതാണെങ്കിൽ പോലും അത് അവിടെ കാണാം. ശരിക്കും കുഞ്ഞു ചെടി പോലും അങ്ങനെ ഇല മാറി നിൽക്കും. ഞാൻ അവിടെ ഒരു ഇതുപോലെ കാണിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, വെർട്ടിക്കൽ ഗാർഡൻ പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ പോയിന്റ് സെറ്റി മാത്രമല്ല, അതിലേക്ക് നോക്കി കഴിയുമ്പോൾ വേറെ വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇത് പീസ് ലില്ലിയാണ്. ഇത് ഇലച്ചെടികളാണ്. അതിന്റെ പേര് കൃത്യം എനിക്ക് അറിയില്ല. മറ്റേത് പീസ് ലില്ലിയാണ്. വെള്ള പൂവുണ്ട്, അത് പീസ് ലില്ലിയാണ്. പീസ് ലില്ലി, അത് ശരി. അതവിടെ കാണുന്നതോ? അത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്. ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതോ ഏതാ? ഇത് അംബർല പാം. ശരി. അംബർല പാം, ഇത് പീസ് ലില്ലി, ഗ്രൗണ്ട് ഓർക്കിഡ്. ഇതിനൊക്കെ വേണ്ടി ഇതൊക്കെ ഈ തരം ചെടികൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ, അല്ലെങ്കിൽ മാറി മാറി തരുമോ? അങ്ങനെയല്ല, ഇത് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനവിടെ ഓരോ വർഷം ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ നട്ട് വരുമ്പോ ഗ്യാപ്പ്, പിന്നെ പുല്ലധികം വരാതിരിക്കാൻ വേണ്ടി ചെടികൾ നട്ടാണ്. ശരി. ഇത് അത് ടോർച്ച് ഇഞ്ചർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ടോർച്ച് ഇഞ്ചർ. അത് 1 മീറ്റർ പൊക്കത്തിൽ വന്നിട്ട് ഫ്ലവർ ഉണ്ടാവുക. ഫ്ലവർ കാണാം അവിടെ. ശരി. ഇതിന്റെ 3 കളർ ഉണ്ട്: വെള്ള, പിങ്ക്, റെഡ്. ശരി. ഇത് ഏറ്റവും ഫ്ലവർ അറേഞ്ച്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. വലിയ ഫ്ലവർ അറേഞ്ച്മെന്റിന് കൂടുതൽ ഇത് ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി നമുക്കറിയില്ല. മീൻകറിക്കകത്ത്. അപ്പൊ വിസ്മയകരമായ ഒരു കാഴ്ചയാണ് ഇത്. വീടിന്റെ ചുറ്റോടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പക്ഷെ വീട്ടിലേക്കുള്ള കവാടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഇലച്ചെടികളും അതോടൊപ്പം തന്നെ പൂച്ചെടികളും ഒക്കെ നട്ട് അലക്സാറും ശശിമാടവും വളരെ മനോഹരമായിട്ട് വീടിന്റെ ചുറ്റുവട്ടം സംരക്ഷിച്ചിരിക്കുന്നത്, അലങ്കരിച്ചിരിക്കുന്നത്. അതിന് മുകളിൽ